ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റമദാനാവുമ്പോൾ നാളെ നോമ്പെന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ ചെയ്തു വെക്കണ കാര്യങ്ങളെല്ലാം നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ വന്നിട്ടാണ്. അപ്പോൾ തേങ്ങയാണ് ഞാൻ ഫസ്റ്റ് തന്നെ ചിരകാൻ പോകുന്നത്. 6 തേങ്ങ ഉണ്ട് കേട്ടത്. അതിൽ 5 തേങ്ങ ഞാൻ വറുക്കും. അതുപോലെ ബാക്കിയുള്ളത് ഞാൻ പച്ചക്ക് തേങ്ങ ചിരകി വെക്കും കേട്ടോ. അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ചെറുള്ളി ഇതൊക്കെ ഒന്ന് തൊലിച്ച് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെക്കും. ബാക്കിയുള്ളതെല്ലാം തൊലിച്ചതുപോലെ ബൗളിലാക്കി സേവ് ചെയ്ത് വെക്കും കേട്ടോ. ഇങ്ങനെ ചെയ്ത് വെച്ചാൽ എന്താ വെച്ചാൽ നമുക്ക് ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ കഴിയും കേട്ടോ. ഈ റമദാനിന് നമുക്ക് മഗ്‌രിബിൻ്റെ സമയമാകുമ്പോൾ എല്ലാം റെഡി ആണല്ലോ. അപ്പോഴത്തേന് ഇതുപോലെ നമ്മളിതെല്ലാം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഹെൽപ്പാവും കേട്ടോ. ഞാൻ 4 ദിവസം മുൻപ് 5 ദിവസം മുൻപ് അങ്ങനെയൊന്നും ചെയ്ത് വെക്കില്ല. ഒറ്റ ദിവസം തലേന്ന് ദിവസം നാളെ നോമ്പാന്ന് പറഞ്ഞാൽ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളാട്ടത്. ചിലപ്പോൾ രാത്രിയാവും, ചിലപ്പോൾ രാവിലെ ആവും. അങ്ങനെ ചെയ്ത് റെഡിയാക്കി വെക്കണ കാര്യങ്ങളാണ്. നല്ലവണ്ണം വറുത്തിട്ട് കുപ്പിയിലാക്കി വെക്കാനാണ് ചെയ്യാറ് കേട്ടോ. അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതക്കുമ്പോൾ അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ മണം പോകില്ല, അതേപോലെ അതിൻ്റെ ചൊയൊന്നും മാറൂല കേട്ടോ. അതേ ടേസ്റ്റ് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. ഇതുപോലുള്ള നല്ല ബൗളിലാക്കി വെച്ചാൽ നമുക്ക് നല്ലൊരു ഹെൽപ്പാട്ടോ. അതുപോലെ ഈ തേങ്ങ പച്ച തേങ്ങയാണിത്. ഇത് ബൗളിലാക്കി വെക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ റമദാനിലുള്ള പ്രിപ്പറേഷന്. അപ്പോൾ നിങ്ങളൊക്കെ എന്തൊക്കെയാണ് ചെയ്യാറ് എന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടി കേട്ടോ. പിന്നെ നമ്മൾ തരിക്കഞ്ഞി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഏലക്കായ പൊടിച്ചത് എന്തായാലും വേണം. അപ്പോൾ ഈ ഏലക്കായും പഞ്ചസാരയും കൂടി ആഡ് ചെയ്തങ്ങാണ്ട് ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കും. എന്നിട്ട് ഇതുപോലെ നല്ലൊരു അടച്ചുറപ്പുള്ള ബൗളിലാക്കി വെക്കും. പിന്നെ ഞാൻ ചെയ്യാറ് ചപ്പ് കഴുകിങ്ങാണ്ട് അരിഞ്ഞിങ്ങാണ്ട് ഇതുപോലെയുള്ള ബൗളിലാക്കി വെക്കും. അപ്പോൾ നമുക്ക് ഇത് ഒരു ഹെൽപ്പാണ്. ചപ്പ് എന്തായാലും ഇതൊന്നും പോരാ, പക്ഷെ ഇത് 2 ദിവസത്തിനുള്ള ചപ്പ് സാധനങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. കുറേ ദിവസത്തിനുള്ള സാധനങ്ങളൊന്നും ആഡ് ചെയ്യാറില്ല. പിന്നെ ബിരിയാണി മസാല ഇത് ഞാൻ പൊടിച്ചിട്ട് ഒരു ബൗളിലാക്കി വെക്കും. പെട്ടെന്ന് നമുക്ക് പൊടിച്ചെടുക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ട് വേണ്ടാന്ന് കരുതിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ ചിക്കൻ മസാല ബീഫ് മസാല ഇതെല്ലാം എടുത്തിട്ട് കുപ്പിയിൽ ആക്കി റെഡിയാക്കി വെക്കും. കാരണം പെട്ടെന്ന് ഇങ്ങനെ പൊടിച്ചെടുക്കുക കുപ്പിയിൽ നിന്ന് എടുക്കാനൊന്നും റിസ്ക് വരണ്ടെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഓരോ കുപ്പികളിലാക്കി വെക്കും. പിന്നെ കുരുമുളക് കുറച്ച് പൊടിച്ചിട്ടും വെക്കും, കുറച്ച് പൊടിച്ചാതെ വെക്കും. കാരണം മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പൊടിക്കാതല്ലേ ആവശ്യം. അപ്പോൾ ഇതെല്ലാം സെറ്റായിട്ടുണ്ട്. പച്ച തേങ്ങ ഒരു ബൗളിൽ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മസാലപ്പൊടികൾ. പിന്നെ ഞാൻ ചെയ്യാറ് ചിക്കൻ കൊടുന്നാൽ ഇതുപോലെ ചെറിയ ബൗളിലാക്കി ഇങ്ങോട്ട് നമ്മൾ കുറച്ച് പീസല്ലേ ചിക്കൻ എടുക്കുകയുള്ളൂ. അപ്പോൾ ചെറിയ ബൗളിലാക്കി സേവ് ചെയ്ത് വെക്കും. അതേപോലെ ബീഫ് കൊടുക്കുന്നത് ഇന്ന് പെലച്ചക്ക് എടുക്കാൻ കേട്ടോ. ഇന്ന് പെലച്ചക്ക് എടുക്കാൻ ബീഫ് മഞ്ഞളും മുളകൊക്കെ ഇട്ട് ഒന്ന് മസാല തേച്ചിട്ട് സേവ് ചെയ്ത് വെക്കും. ഇന്ന് രാത്രി ഇതുണ്ടാക്കും, എന്നിട്ട് രാവിലെ പെലച്ചക്ക് എടുക്കാൻ കേട്ടോ. പിന്നെ ചിക്കന് ഞാൻ ചെറിയ ബൗളിലാക്കി റെഡിയാക്കി വെക്കും. അങ്ങനെയൊക്കെയാണ് റമദാൻ പ്രിപ്പറേഷന്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ നിങ്ങളൊക്കെ എന്തൊക്കെയാണോ സേവ് ചെയ്ത് വെക്കൽ വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ ജ്യൂസ് അടിക്കാൻ മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ റെഡിയാക്കി വെക്കലുണ്ട്, പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെയൊക്കെ ചെയ്ത് വെക്കലുണ്ട്. പിന്നെ ഇത്രയൊക്കെയാണ് റമദാൻ പ്രിപ്പറേഷൻ വീഡിയോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായാൽ വീണ്ടും പറയുന്നു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചൂടാറിയിട്ട് ഇതെല്ലാം ബൗളിലാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ എല്ലാം സെറ്റാക്കി റമദാനിൻ്റെ തലേ ദിവസമാണ് ചെയ്യാറുള്ളൂ. 4 ദിവസം മുൻപൊന്നും ചെയ്യാറില്ല. നാളെ നോമ്പാന്ന് പറഞ്ഞാൽ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളാണിതെല്ലാം. താങ്ക്സ് ഫോർ വാച്ചിങ്.